ഈ ബോർഡ് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂർ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് കാണിക്കുന്ന ഡിസ്പ്ലേസ് ആണിത്. ഇതിൽ കഴിഞ്ഞ ദിവസം മുതൽ ഹിന്ദി കാണാനില്ല. അതായത് രണ്ട് ലാംഗ്വേജുള്ളൂ, ഒന്ന് കന്നഡ, ഒന്ന് ഇംഗ്ലീഷ്. ഹിന്ദി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഇങ്ങനെ എന്താ പറയുക കത്തിപ്പടർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം കർണാടകയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലൊക്കെയാണ് ഈ ഒരു ലാംഗ്വേജ് മൂവ്മെൻറ്റ് നടക്കുന്നത്. അതായത് അവിടുത്തെ ലാംഗ്വേജ് മതി, അവിടെ കൂടെ ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അതും കൂടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വരുന്ന ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക് ഇതൊന്നും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വേണ്ട എന്നുള്ള രീതിയിൽ അത് സർക്കാർ സപ്പോർട്ടും ഉണ്ട്. അതല്ല അവിടുത്തെ തീവ്ര എന്താ പറയുക ലോക്കലായിട്ടുള്ള ആൾക്കാർക്കും ഇത് ഭയങ്കരമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നുണ്ട് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഹിന്ദി അങ്ങ് ഒഴിവാക്കി. ഇനി അവിടെ നമ്മളിങ്ങനെ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് നോക്കുമ്പം ഇംഗ്ലീഷും അതല്ലെങ്കിൽ കന്നഡയും കാണുന്നുള്ളൂ. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഭയങ്കര ഇഷ്യൂ ആണ്. നമുക്കറിയാം ബോർഡുകളൊക്കെ കുത്തി പൊളിക്കുന്നു. അതായത് ഇംഗ്ലീഷ് ബോർഡുകളും മറ്റ് ലാംഗ്വേജിലുള്ള ബോർഡുകളൊക്കെ പൊളിക്കുന്നു. 60% കന്നഡ വേണം, അതിൻ്റെ ബാക്കി 40% ബോർഡിൽ ഇംഗ്ലീഷ് പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് ആളുകളെ ഹെൽപ്പ് ചെയ്യുമോ അതോ ആളുകളെ ബുദ്ധിമുട്ടിക്കുമോ എന്നുള്ളത് നിങ്ങളത് കമൻറ്റ് ചെയ്യട്ടോ, നോക്കട്ടെ.